ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാർ മദ്യനയം തിരുത്തണമെന്ന് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. മദ്യത്തെ മാന്യവൽക്കരിക്കുകയും വാണിജ്യവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രവണത സർക്കാർ അവസാനിപ്പിക്കണമെന്നും മാർ പോളി കണ്ണൂക്കാടൻ ആവശ്യപ്പെട്ടു. അതേസമയം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിനും അതിഭീകരമായ തോതിൽ വർദ്ധിച്ചിരിക്കുന്ന ലഹരി മരുന്നിനുമെതിരെ വിശ്വാസി സമൂഹം നിരന്തര ജാഗ്രത പുലർത്തണമെന്നും ബിഷപ്പ് പറഞ്ഞു. ഇരിങ്ങാലക്കുട രൂപതയുടെ 16ാം പാസ്റ്ററൽ കൗൺസിലിന്റെ പ്രഥമ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. മദ്യത്തെ മാന്യവൽക്കരിക്കുകയും വാണിജ്യവൽക്കരിക്കുകയും അതേസമയം ലഹരിമരുന്നിനെതിരെ പ്രതിരോധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെതിരെ നിശിതമായി വിമർശിച്ച ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ലഹരിക്കെതിരെയുള്ള സർക്കാരിന്റെ പ്രചാരണങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാർ ഇപ്പോൾ തുടരുന്ന മദ്യനയം തിരുത്തണമെന്നും നാടുമുടിച്ചാലും മദ്യഷാപ്പുകൾ തുറന്നുകൊണ്ടേയിരിക്കുമെന്നാണ് സർക്കാരിന്റെ ജനവിരുദ്ധ നയമെന്നും ഇതിന്റെ ഭാഗമായി സർവ്വ നിയമങ്ങളും സർക്കാർ കാറ്റിൽ പറത്തുകയാണെന്നും ചൂണ്ടിക്കാട്ടി. ഇരിങ്ങാലക്കുട രൂപതയുടെ 16ാം പാസ്റ്ററൽ കൗൺസിലിന്റെ പ്രഥമ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർ പോളി കണ്ണൂക്കാടൻ. മദ്യശാലകൾ അനുവദിക്കുന്നതിനു തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടായ അധികാരം എടുത്തുകളഞ്ഞതും മദ്യശാലകൾ തുറക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന ദൂരപരിധി 50 മീറ്ററായി ചുരുക്കിയതും നാട്ടിലെങ്ങും മദ്യം സുലഭമായും എളുപ്പത്തിലും ലഭിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ മദ്യം കുടിച്ച് ശീലിച്ചവർ കൂടുതൽ ലഹരി കിട്ടുന്ന മയക്കുമരുന്നിലേക്ക് വഴിമാറുമെന്നതിൽ സംശയമില്ല. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജനവിരുദ്ധ മദ്യനയം ഉടൻ തിരുത്തണം. അല്ലെങ്കിൽ ലഹരിക്കെതിരായ പ്രചാരണവും വിവിധ തലങ്ങളിൽ കൊട്ടിഘോഷിക്കുന്ന പരിപാടികളും വെറും പ്രഹസനമായേ കാണാനാകൂ. വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന മദ്യത്തിനും അതിഭീകരമായ തോതിൽ വർദ്ധിച്ചിരിക്കുന്ന ലഹരിമരുന്നിനുമെതിരെ വിശ്വാസി സമൂഹം നിരന്തര ജാഗ്രത പുലർത്തണമെന്നും ബിഷപ്പ് പറഞ്ഞു. ഇരിങ്ങാലക്കുട രൂപതയിലെ 140 ഇടവകകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിവിധ സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും സന്യാസ സമൂഹങ്ങളുടെയും പ്രതിനിധികളും ഉൾപ്പെട്ടതാണ് പാസ്റ്ററൽ കൗൺസിൽ. രൂപതയുടെ അജപാലനപരമായ കാര്യങ്ങളിൽ വിശ്വാസി സമൂഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ സുപ്രധാന പങ്കാണ് 4 മാസത്തിലൊരിക്കൽ സമ്മേളിക്കുന്ന ഈ ആലോചനാ സമിതിക്കുള്ളത്. അടുത്ത 3 വർഷത്തെ ഭാരവാഹികളായി ഫാദർ ലാസർ കുറ്റിക്കാടൻ, ഡേവിഡ് ഊക്കൻ, ആനി ആൻഡോ എന്നിവരെയും വിവിധ കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയ് പാലിയേക്കര ആമുഖ പ്രഭാഷണം നടത്തി. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി, മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, ചാൻസലർ റെവറൻ ഡോക്ടർ നെവീന ടോക്കാരൻ, ഫാദർ ലാസർ കുറ്റിക്കാടൻ, ടെൽസൺ കോട്ടോളി എന്നിവരും പ്രസംഗിച്ചു. ഷെഗ്യാന ന്യൂസ്, തൃശൂർ.